തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ചിത്രം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വോട്ടെടുപ്പിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കെ ഏത് മുന്നണിക്ക് ഇപ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ദൃശ്യമാണോ? ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. ഇതിനകത്ത് പലതരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുകുലുക്കിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതിന്റെ ആസൂത്രകർ എന്ന പേരിൽ പിടിക്കപ്പെട്ട CPIM നേതാക്കളും ഇടതുപക്ഷത്തെ ചെറുതായിട്ടൊന്നുമല്ല പിടിച്ചു കുലുക്കുന്നത് എന്ന് നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും കോർപ്പറേഷനിലുമൊക്കെ പോകുന്ന ഒരു ശരാശരി വോട്ടർ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കുമോ വോട്ട് ചെയ്യുക? അതോ അതിനുമപ്പുറമുള്ള ജീവിത പ്രശ്നങ്ങൾ അവരെ സ്പർശിക്കുന്നുണ്ടാകുമോ? ഏറ്റവും അവസാനം സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളിലെ ഈ വിഹിത വർധന ഇതിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി മാറുമോ എന്നെല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സർക്കാർ സകല മേഖലയിലും പരാജയപ്പെട്ടു എന്നതാണ് UDFന്റെ ക്യാമ്പയിൻ. എല്ലാ കാര്യത്തിലും അതിൽ സ്ത്രീ സുരക്ഷ പോലും അവർ പറയുന്നുണ്ടല്ലോ. അപ്പോഴാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ താരപ്രചാരകനുമായ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നത് ലൈംഗികാരോപണ കേസിൽ പാർട്ടി നടപടിയെടുത്ത ഒരു നേതാവാണ്. ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ വലിയ ധാർമ്മിക വർത്തമാനം കേട്ടത്. പക്ഷേ കോൺഗ്രസിന്റെ അണികൾക്കും ജില്ലയിലെ നേതാക്കൾക്കും അതിനോടെല്ലാം പുല്ലുവിലയാണ്. പുറത്താക്കിയ ആൾ നിരന്തരമായി പാർട്ടിയെ അവമതിക്കുന്ന തരത്തിൽ തെളിവുകൾ പുറത്തു വരുമ്പോഴും അയാളെ താരപ്രചാരകനായി കൊണ്ടു നടന്ന് വീട് കയറ്റുകയാണ് കോൺഗ്രസിന്റെ അവിടുത്തെ നേതൃത്വം. അപ്പോൾ ഈ നാട്ടിൽ എത്ര കോൺഗ്രസ് ഉണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ദേശീയ തലത്തിലൊരു കോൺഗ്രസ്, സംസ്ഥാന തലത്തിലൊരു കോൺഗ്രസ്, ജില്ലാ തലത്തിലൊരു കോൺഗ്രസ്, ഓരോ മണ്ഡലങ്ങൾ തോറും കോൺഗ്രസ്. അവിടെയെല്ലാം കോൺഗ്രസിന് വ്യത്യസ്ത നിലപാടും. അപ്പം മലയാളിയെ കളിയാക്കുന്ന സമീപനമായി മാറുന്നു കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ നടപടി. അപ്പം സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുമെങ്കിൽ ലൈംഗികാരോപണ കേസിൽ ഒരു യുവതിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് കൈയൊഴിഞ്ഞ് കളയുന്ന തരത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമ സമീപനം സ്വീകരിക്കുന്ന ആളെയും ജനം വിലയിരുത്തുമല്ലോ. അങ്ങനെ പലതരം വിഷയങ്ങളാൽ സമ്പന്നമായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനത്തിന്റെ മനസ്സിൽ അവസാനം അവശേഷിക്കുന്നത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ. വസന്ത് സിറിയെ കോൺഗ്രസിൽ നിന്ന്, റിയാസുദ്ദീൻ KC CPIM നിന്ന്, രാഹുൽ ഈശ്വറിനെ പ്രതീക്ഷിക്കുന്നു വലത് നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ നിരീക്ഷകനുമായ CNP ചെക്കുട്ടിയും ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ആദ്യം വസന്ത്, നിങ്ങൾ പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകൾക്കെതിരായിട്ടുള്ള ജനവിധിയായി മാറാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന്. ഒപ്പം എല്ലാ മേഖലയിലും പരാജയപ്പെട്ട സർക്കാരിനെ ജനം വിലയിരുത്തുമെന്ന്. അങ്ങനെ എല്ലാ മേഖലയിലും പരാജയപ്പെട്ട സർക്കാർ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഒരു സർക്കാരിനെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാനും നിങ്ങളാണ് കുറച്ചുകൂടി വിശ്വസ്തതയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ക്രെഡിബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു മുന്നണി എന്ന് സ്ഥാപിക്കാനുമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ താരപ്രചാരകനായി ഇറക്കിയിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒഴിവാക്കി വിട്ട ഒരു ലൈംഗികാരോപണ കേസിലെ ഒരു ആക്ഷേപം കേട്ട് നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? അയാളെ മുന്നിൽ നിർത്തിയിട്ടാണോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, ഞങ്ങൾ നന്നാക്കാം നാട്, ഞങ്ങൾ സംരക്ഷിക്കാം സ്ത്രീകളെ എന്ന് പറയുന്നത്? അല്ല നിഷാദ്, നോക്കൂ, KPCC ഔദ്യോഗികമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ അസൈൻ ചെയ്തിട്ടില്ല. സാധാരണ പാർട്ടിക്ക് ആ തീരുമാനമുണ്ട്, അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളുമുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലില്ല. അതുകൊണ്ട് തന്നെ താരപ്രചാരകൻ വാദം അത് ഔദ്യോഗികമായി പാർട്ടി തള്ളിക്കളയുകയാണ്. രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്കാണ് അങ്ങ് വരാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടാണ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം MLA ആയി മത്സരിക്കുന്ന സമയത്ത്, ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവർ, അദ്ദേഹത്തിന് വേണ്ടി വീട് കയറിയവർ, അദ്ദേഹത്തിന് വേണ്ടി തോരണം കെട്ടിയവർ, ഇവരെല്ലാം മത്സര രംഗത്തുണ്ട്. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി അവർ വ്യക്തിപരമായി ആവശ്യപ്പെട്ടതിന്റെ പുറത്താണ് രാഹുൽ അവിടെ പ്രചരണ രംഗത്ത് സജീവമായി. പ്രചരണ രംഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റികളിലോ കൺവെൻഷനുകളിലോ പങ്കെടുക്കുന്നില്ലല്ലോ. അദ്ദേഹം വീട് കയറുന്നതിൽ അവരെ സഹായിക്കുന്നുണ്ടാവാം. അതെല്ലാം വ്യക്തിപരമാണ്. അല്ലാതെ ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ള ചാപ്പയൊന്നും ഞങ്ങൾക്ക് അടിച്ചു തരാൻ ശ്രമിക്കേണ്ട. കോൺഗ്രസിന്റെ ആളുകൾ തന്നെയല്ലേ? അല്ലല്ലോ, അവിടെയാണ് ഞാൻ പറഞ്ഞത് നിഷാദ്. നോക്കൂ, രാഹുൽ മത്സരിക്കുന്ന സമയത്ത് വീട് കയറിയവർ, പോസ്റ്റർ ഒട്ടിച്ചവർ, തെരുവിൽ രാഹുലിന് വേണ്ടി പണിയെടുത്തവർ, അവരുമായൊരു വൈകാരിക അടുപ്പം രാഹുലിനുണ്ടാവും. അപ്പൊ ആ വൈകാരിക അടുപ്പത്തിന്റെ പുറത്ത് അവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ കൂടെ വീട് കയറുക, ഈ സർക്കാരിനെതിരായ വാദങ്ങൾ അയാൾക്ക് പറയാനുണ്ടെങ്കിൽ അയാൾ പറയുക എന്നതിൽ നമുക്കിപ്പോ കൈ കെട്ടി അവര് വിളിക്കാതെ ഇദ്ദേഹം പോയിട്ട് ഞാനും വീട് കയറാൻ വരുമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൂടുകയാണ്. അവര് വിളിച്ചിട്ടല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അയാൾക്ക് അങ്ങനെ ഒരു വൈകാരികമായ ബന്ധമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതല്ല. നിങ്ങളുടെ പാർട്ടിയാണ് വീട് കയറാനുള്ള സ്ക്വാഡിനെ തീരുമാനിക്കുന്നത്. ആ സ്ക്വാഡിൽ ഇദ്ദേഹം പോയി ഇടിച്ചു കയറുകയാണോ? അല്ലല്ലോ ശ്രീ നിഷാദ്, ഈ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പറയേണ്ടത് 3 പേരാണ് ഈ സംസ്ഥാനത്ത്. ഒന്ന് പാർട്ടിയുടെ PCC അധ്യക്ഷനാണ്. വളരെ ക്ലിയർ ആയി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. പാർട്ടി അദ്ദേഹത്തെ തമാശ പറയല്ലേ വസന്തേ, തമാശ പറയല്ലേ? പാർട്ടിക്ക് ഔദ്യോഗികമായ നിലപാട് പറയാനുള്ള ആൾക്കാരുണ്ട്. ആ ഔദ്യോഗിക നിലപാട് കീപ്പ് ചെയ്യാനുള്ള ബാധ്യത താങ്കളടക്കം സകല വർക്കേഴ്സിനും ഉണ്ട്.
ഔദ്യോഗിക നിലപാട് ആരോ എവിടോ ഇരുന്ന് പറയുന്നു, അതൊന്നും ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന്. അതല്ലേ യാഥാർത്ഥ്യം? നിഷാദ്, അങ്ങനെ അല്ല നിഷാദ്. ഞാൻ വളരെ കൃത്യമായി അതിന്റെ ഒരു വൈകാരിക വശം പറഞ്ഞു കഴിഞ്ഞു. അതായത് വ്യക്തിപരമായി ചില സ്ഥാനാർത്ഥികൾ രാഹുലുമായി അടുപ്പമുള്ളവരുണ്ടാവും. അവിടെ രാഹുൽ ചിലപ്പോൾ ചെന്ന് പ്രചരണത്തിന് ചെന്നു എന്നത് എല്ലാം കൂടി ഇതാ കേരളത്തിലെ നിങ്ങൾ വിശദീകരിക്കേണ്ട കാര്യം ഇതാണ്. പ്രചരണത്തിന് ചെന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ടാണോ? അദ്ദേഹം പാർട്ടി ഓഫീസിൽ കയറി ചെല്ലുന്നു, അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നു, ഓരോ സ്ഥാനാർത്ഥിക്കും ത്രിവർണ്ണ ഷാൾ അണിയിക്കുന്നു. ഇതൊക്കെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെയ്യുന്നതാണോ? വിളിച്ചു വരുത്തിയിട്ടാണ്. അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു ദിവസം വന്നപ്പോൾ കൊണ്ടുവന്ന് വിട്ടത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ഇതൊക്കെ ആൾക്ക് വെറുതെയാണോ? ആളെ പറ്റിക്കല്ലേ വസന്തേ? നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം നടപടി എടുത്തുവെങ്കിൽ ആ നടപടി നിങ്ങളുടെ പാർട്ടി ഉൾക്കൊള്ളുന്നില്ല, പാർട്ടിയിലെ ബഹുഭൂരിപക്ഷ ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല എന്നാ ഇതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങളുടെ നടപടി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഐക്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണത്. നിഷാദ്, താങ്കൾക്ക് തോന്നുന്നതാണ്. ഞങ്ങൾ ഏതായാലും ഈ മറ്റേ തീവ്രത അളക്കുന്ന മെഷീനുമായിട്ട് പോയിട്ട് ഇതിന് തീവ്രത കുറവാണ് എന്ന് പറഞ്ഞ് കമ്മീഷനെ വെച്ച പാർട്ടിയല്ല. ഒരു തീവ്രത ഇല്ലാതെ തീരുമാനം എടുത്തിരിക്കുന്ന നിങ്ങൾ ആരോപണം ഉയർന്നു വന്നപ്പോ അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോ പരാതിയില്ല, വെള്ളക്കടലാസിൽ പരാതിയില്ല, പോലീസ് എഫ്ഐആർ ഇല്ല. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തെ പുറത്തു നിർത്തിയ ഒരു പാർട്ടിയാണ്. അങ്ങനെ മാത്രം എവിടെ പുറത്തു നിർത്തിയെന്നായി പറയുന്നത്? വസന്തേ, തമാശ പറയല്ലേ? നിങ്ങൾ പുറത്ത് നിങ്ങൾ പറഞ്ഞു ശരി, പാർട്ടിയുടെ സംസ്ഥാനത്തെ കമ്മിറ്റിയിലൊന്നും ഇല്ല, യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലും ഇല്ല, കോൺഗ്രസിന്റെ സകല പരിപാടിയിലും അയാളുണ്ട്. അയാളെ കൊണ്ടു നടക്കുന്നതും ആഘോഷിക്കുന്നതും വീട് കയറ്റുന്നതും സ്ത്രീകളടക്കമുള്ളവർക്ക് കൊണ്ടുപോയി ഈ ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥന കൊടുക്കുന്നതും എല്ലാം കോൺഗ്രസ്സുകാർ തന്നെയാണ്, കോൺഗ്രസ്സുകാരാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന മട്ടിലാണ് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നത്. പാലക്കാട് മാത്രമല്ല, പലയിടത്തും മുന്നണിയിലെ കക്ഷികളുണ്ട് അതിനകത്ത് വേറെ. ഒരിക്കലും അല്ല ശ്രീ നിഷാദ്. നോക്കൂ, കോൺഗ്രസ് അത്രമാത്രം അങ്ങ് വലിയ കേഡർ പാർട്ടിയാണ് എന്ന അവകാശവാദമൊന്നും എനിക്കില്ല. സ്വാഭാവികമായും വൈകാരികമായ അടുപ്പങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, ഇതിനെല്ലാം എല്ലാ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അയാൾ അവിടെ നിന്നുള്ള MLA ആണ്. അയാൾ സ്വയം തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ, പ്രതിപക്ഷ ആശയങ്ങളെ പതാകവാഹകനായി നിലകൊള്ളുന്ന ഒരു MLA ആണ്. ഞങ്ങൾ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ട്രഷറി ബെഞ്ചിൽ പോയിരുന്ന MLA അല്ലല്ലോ. അയാൾ പ്രതിപക്ഷ ആശയം മുമ്പോട്ട് വെക്കുന്ന, പ്രതിപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന, പിണറായിസ്റ്റുകൾക്കെതിരായി സംസാരിക്കുന്ന ഒരാളാണ്. വസന്ത, നോക്കൂ, നിങ്ങളൊരു തെരഞ്ഞെടുപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ന രാഷ്ട്രീയ വാചകം പറഞ്ഞവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ അയാൾ കൂടെയില്ല എന്ന് ഉറപ്പാക്കാനുള്ള പരമമായ ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്താ ആരെയും പറ്റിക്കാതെ നോക്കും? നിങ്ങൾ മോഡിയിൽ പറയുന്നു ഞങ്ങൾ പുറത്താക്കി, ഞങ്ങൾ മാറ്റി നിർത്തി, എന്നിട്ട് അയാളെയും കൂട്ടി ചെല്ലുകയാണ്, വീട് കയറി ചെല്ലുകയാണ്, വോട്ട് ചെയ്യുമെന്ന്. അതിലെ മാന്യത എവിടെയാണ്? നിങ്ങൾ സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഈ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നവരാണ്. എന്നിട്ടാ ഓരോ ദിവസവും അശ്ലീലം നിറഞ്ഞ തെളിവുകൾ പുറത്തു വരുന്ന ഒരു വിരുദ്ധനെയും കൊണ്ടാണ് നിങ്ങൾ വീട് കയറുന്നത്. ആർക്ക് വേണം നിങ്ങളുടെ നടപടിയുടെ കടലാസ്? കള്ളത്തരം. നിഷാദ് റാവുത്തർ, അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ ഈ 4 മാസങ്ങൾക്ക് മുമ്പ് വന്നൊരു ആരോപണം, ആ ആരോപണത്തിന് പൊടുപ്പിലും തൊങ്ങലും വെച്ച പുതിയൊരു ആരോപണം കടന്നു വരുന്നു. അത് എന്തുമായിക്കോട്ടെ, ആ ആരോപണം വന്ന് 4 മാസത്തിനുള്ളിൽ ആ അന്വേഷണം എവിടെ പോയി നിൽക്കുന്നുവെന്ന് പാലക്കാട്ടിലെ ജനങ്ങൾ, രാഹുൽ ചിലപ്പോൾ വീട് കയറുമ്പോൾ പിണറായി വിജയൻ പോലീസിനോട് ചോദിക്കും, അതിന്റെ പിന്നാലെ വരുന്ന LDF-കാരോട് ചോദിക്കും, നേരത്തെ രാഹുൽ വന്നു പോയല്ലോ, രാഹുലിനെതിരെ ഒരു ഈ സംസ്ഥാനത്ത് വലിയൊരു ആരോപണം നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നല്ലോ, എന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? എന്നിട്ടാണ് ആര് ഉയർത്തിക്കൊണ്ടുവന്നു? LDF ആണോ? CPM ആണോ? എവിടെ CPM? മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത വന്നു, മാധ്യമങ്ങളുടെ ഓഡിയോ സന്ദേശം വന്നു, വാട്സാപ്പ് ചാറ്റ് വന്നു, അതിന് പിന്നാലെ നാടെമ്പാടുമുള്ള യുവതികൾ ഇയാൾ അയച്ചു കൊടുത്തിട്ടുള്ള വഷളൻ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചു. തന്റേതാണോ ചോദിക്കുമ്പോൾ എന്റേതാണോ എന്ന് പറയാനുള്ള ഉറപ്പില്ലാത്ത ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ പറയട്ടെ. ഇന്നലെ അയാൾ പറയാണ് എനിക്ക് സൗകര്യമുള്ളപ്പോൾ വ്യക്തത വരുത്തുമെന്ന്. അയാൾ വ്യക്തത വരുത്താതെ ഇങ്ങനെ കളിക്കും. ആ കളിയുടെ കൂടെ നിന്ന് മാറാനാണ് നിങ്ങളുടെ വിധി. അയാൾക്ക് സൗകര്യമില്ല വെളിപ്പെടുത്താൻ, വ്യക്തത വരുത്താൻ. അയാൾ സൗകര്യമുള്ളപ്പോൾ വ്യക്തത വരുത്തും. ആ വ്യക്തത വരുത്തുന്നത് വരെ അയാളുടെ കൂടെ നിന്ന് നാറാനാണ് നിങ്ങളുടെ വിധി. അല്ല, നിങ്ങളതിനകത്ത് കൂടുതൽ വർത്തമാനം പറഞ്ഞ ഒരു കാര്യമില്ല. അപ്പൊ സൗകര്യമുള്ളപ്പോൾ പോലീസ് അന്വേഷിക്കത്തുള്ളൂ. പോലീസിന് പരാതിയില്ലെന്ന്. പരാതിയില്ല. ശരി, പരാതിയില്ല. അപ്പൊ നിങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഈ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്താ? പുറത്തു വന്ന ഓഡിയോ സന്ദേശം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പുറത്തു വന്ന ഓഡിയോ സന്ദേശം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്നതാണോ? കേസും കൂട്ടവും സാങ്കേതികതയും ഗർഭാവസ്ഥയിൽ എന്റെ അടിവയറ്റിലേക്ക് ആഞ്ഞ് ചവിട്ടി എന്ന്
മുൻ ഭാര്യ ചാനലിൽ മുഖമടക്കം വന്നിരുന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് എം മുകേഷ്. ഗർഭാവസ്ഥയിൽ കുഞ്ഞിനെ ആ മുകേഷിനെ കുരിശേ കയറ്റിയാലല്ലേ നിങ്ങൾ? അത് അവരോട് പറ, അത് അവരോട് പറ, അത് അവരോട് പറ, അത് അവരോട് പറ. ഇത് പറ, ഇത് ജനം ചോദിക്കും എന്താ പറയുന്നേ, ഇത് ജനം ചോദിക്കും എന്താ പറയുന്നേ. എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് പറയുക, ഗർഭിണിയായ ശേഷം അത് അലസിപ്പിക്കാൻ നിർബന്ധിക്കുക. അല്ല, പുറത്തു വന്ന ഓഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മിക നിലപാടെന്താണ്? കേസ് വിട്, സാങ്കേതികത വിട്. ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യാമോ എന്നാണ് കോൺഗ്രസിന്റെ ധാർമ്മിക നിലപാട്? നിങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയല്ലേ? ഞാൻ അങ്ങ് എനിക്ക് ഒരു മിനിറ്റ് വഴങ്ങുമോ? ഒരു മിനിറ്റ്. ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി അങ്ങ് തന്നെ അങ്ങയുടെ വാഗൊണ്ട് തന്നെ പറഞ്ഞ പരാതിയില്ലാത്ത കേസ്, ആ കേസിൽ വളരെ കൃത്യമായി എടുക്കാവുന്ന നിലപാടിന്റെ പരമാവധി നിലപാട് അത് എടുത്തു കഴിഞ്ഞു. അത് എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ കേരളത്തിലെ ലീഡർഷിപ്പിനോട് ഇനി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, വെള്ളക്കീർ കടലാസിൽ പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങളുടെ ലീഡർഷിപ്പിനോടെങ്കിലും പരാതി നേരിട്ട് അറിയിച്ചാൽ പോലീസ് എടുക്കുന്ന ആക്ഷനുകൾക്ക് മുമ്പ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് വളരെ കൃത്യമായി പറഞ്ഞില്ലേ? ഡിസ്മിസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി 4 മാസമായി പോലീസ് എന്തു പണിയാ ചെയ്തത് എന്നുകൂടി പാലക്കാട്ടെ ജനങ്ങൾ ഇവരോട് ചോദിക്കും എന്നതുകൂടി മനസ്സിലാക്കണം. പിന്നെ പ്രചരണ രംഗത്ത് അയാൾ വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ UDF കൺവെൻഷനുകളിൽ ഉണ്ടോ? UDFന്റെ ഇലക്ഷൻ കൺവെൻഷനുകളിലാണോ? അങ്ങ് പറയുന്നത് വീട് കയറിയ കാര്യമാണ്. ആ വീട് കയറിയ കാര്യത്തിൽ അയാൾക്ക് വേണ്ടി വീട് കയറിയവർ ചിലപ്പോൾ മത്സരിക്കാൻ പോകുമ്പോൾ അയാൾ വീട് കയറിയെന്ന് വരും. നാളെ നിഷാദും ഞാനും തമ്മിൽ നല്ല സൗഹൃദമാണ്, ഞാൻ മത്സരിക്കാൻ പോകുന്നു. നിഷാദ് ചിലപ്പോൾ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്ത് എനിക്ക് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു വരും. അതൊക്കെ വൈകാരികമായ വ്യക്തിപരമായ ബന്ധങ്ങളുടെ ഭാഗമാണ്. അതിനെല്ലാം കൂടി ഇത് കേരളത്തിലെ മുഴുവൻ ഞാൻ കളങ്കിതനാണെങ്കിൽ എന്നോട് വിളിച്ചിട്ട് സഹായിച്ചു ഉപദ്രവിക്കരുത് എന്ന് പറയാണ് വസന്ത് ചെയ്യേണ്ടത് കേട്ടോ. അല്ല നിഷാദ് അങ്ങേക്കെതിരായി പുകപടലത്തിൽ നിൽക്കുന്ന ഒരു ആരോപണത്തിന്റെ പേരിൽ അങ്ങേ ഒരു തവണ വാട്സാപ്പിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനും എന്റെ സഹപാഠി കൂടിയായിട്ടുള്ള രാഹുൽ ഈശ്വർ അടക്കം എല്ലാവരും തന്നെ അഭിഭാഷകരാണ്. അപ്പൊ ഒരു പരാതി പോലും ഇല്ലാത്ത കേസിൽ നിയമപരമായി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ നിയമപരമായ ചോദ്യത്തെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞെന്താണ് ഈ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ സന്ദേശം ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാത്തു സൂക്ഷിക്കേണ്ട ധാർമ്മികതയ്ക്കെതിരാണെന്ന് നിങ്ങളുടെ പാർട്ടി മനസ്സിലാക്കി മാറ്റി നിർത്തി എന്നുള്ളത് വാക്കിലേ ഉള്ളൂ. സത്യത്തിൽ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. നിങ്ങളുടെ പാർട്ടിയിലെ സംസ്ഥാന തലം മുതൽ താഴെ വരെയുള്ള നേതാക്കൾ രാഹുലിനോട് പലതരത്തിലുള്ള അനുഭാവം പ്രകടമാക്കുന്നു. താഴെത്തട്ടിലെ നേതാക്കൾ അയാളെ കൊണ്ടു നടന്ന് ആഘോഷിക്കുന്നു, അയാളെ വീട് കയറ്റി വോട്ട് ചോദിക്കുന്നു. നിങ്ങളുടെ സ്ത്രീ സുരക്ഷാവാദം, നിങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികതാവാദം പൊള്ളയാണ്. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണ്. കർശനമായ നടപടി ഇമാതിരി കക്ഷികൾക്കൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എടുത്തതിന് ശേഷം എന്താ സംഭവിച്ചത്? അയാളുടെ കൂലിപ്പട്ടാളം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ എന്തുമാത്രം ഹീനമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നത് കേരളം കണ്ടു. എന്നിട്ടും കൊണ്ട് നടക്കുന്നു അയാളെ, നിങ്ങളും നിങ്ങളുടെ കക്ഷി നേതാക്കളും ഘടകകക്ഷി നേതാക്കളും അടക്കം. അപ്പോൾ ഒരു കാര്യം ഓർത്തോളുക വസന്തേ, ഈ കാര്യത്തിലൊക്കെ കർശനമായി നടപടിയെടുത്ത് മാറ്റി നിർത്തുക എന്നത് കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊഴികെയുള്ള വർത്താനം, സ്ത്രീ സുരക്ഷ ഒഴികെയുള്ള വർത്താനം പറഞ്ഞാൽ മതി. അല്ല, അങ്ങേക്ക് തോന്നുന്നതാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ എത്തിക്കൽ ബേർഡൻ, ധാർമ്മികപരമായ ബാധ്യത, ആ ബാധ്യതയുടെ പുറത്ത് അയാളെ സസ്പെൻഡ് ചെയ്തു. ഇനി ആ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഞങ്ങളല്ല, രമേശ് ചെന്നിത്തലയോ VD സതീശനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ല ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. അയാൾ തെറ്റ് ചെയ്തെങ്കിൽ അത് ഏത് വിധേനയും കണ്ടെത്തി അയാളെ അകത്തിടേണ്ട ഉത്തരവാദിത്വം ഈ സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് സംവിധാനത്തിനാണ്. ഞങ്ങൾ ഇതാ സ്ത്രീ സുരക്ഷ നൽകുന്ന ഒരു സർക്കാരാണ് എന്ന് അവകാശപ്പെടുന്ന അവരുടെ വാദമാണ്. ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടമല്ല ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ. ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ വാസുവാണ്. ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ പത്മകുമാറാണ്. ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ വാസവനാണ്. സ്വർണം കട്ട വിജയ് മല്യ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയ വിജയൻ സർക്കാരാണ് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ. അത് റിസൾട്ട് വരുന്ന ദിവസം അങ്ങേക്ക് മനസ്സിലാവും. ശരി, രാഹുൽ ഈശ്വറിലേക്ക് ഞാൻ പറഞ്ഞു. രാഹുൽ ഈശ്വർ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള പുതിയ ഓഡിയോ കേൾക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിന്തുണക്കാരനായ അങ്ങേക്ക് ഒരു മനസ്താപവും തോന്നുന്നില്ലേ? ഇങ്ങനെ ഒരാൾ ഇറസ്പോൺസിബിളായി പെരുമാറുക, സ്ത്രീകളുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനായിട്ട് പന്താടുക, അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിൽ മനുഷ്യത്വം എന്നൊരു സംഗതി ഉണ്ടല്ലോ. കേസില്ല, സമ്മതിക്കാം, കാരണം പരാതിയില്ല, അവരതിന് തയ്യാറാവുന്നില്ല, അതൊക്കെ സാങ്കേതികത്വമാണ്. പക്ഷെ ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. സ്ത്രീകളോട് തൻ്റെ കേവലമായ എന്താ പറയുന്നത് ഇത്തരം പ്രത്യേക താല്പര്യത്തിന് വേണ്ടി ആളുകളുടെ ഇമോഷൻസിനെ പന്താടുക. അങ്ങനെ ഒരാളെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ എങ്ങനെ നിർത്തുമെന്ന് രാഹുലിന് എങ്ങനെ നിർത്തും? രാഹുൽ
ശരി, 2 പോയിന്റുകൾ. ഒന്ന് ശ്രീ നിഷാദിനോടുള്ള പോയിന്റാണ്. ഞാൻ നിഷാദ്ജിയെ ബഹുമാന പുരസരം ചീത്ത വിളിച്ചുകൊണ്ട് ഒരു യൂട്യൂബിൽ മറ്റൊരു വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ കൂടി വീഡിയോ ചെയ്യാനിരുന്നതാണ്. അതും കൂടെ ഈ വിഷയത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നുകൊണ്ട് പറയാം. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഓഡിയോ കേൾക്കുമ്പോൾ എത്രമാത്രം നിരപരാധിയാണെന്ന് ഓരോ മലയാളിക്കും മനസ്സിലാകും. അദ്ദേഹം ആ പെൺകുട്ടിയോട് പറയുന്നത് നമുക്കൊരു കുഞ്ഞു വേണമെന്നാണ്. നിന്നെ ഗർഭചിത്രം ധരിപ്പിക്കാം എന്നല്ല, നമുക്കൊരു കുഞ്ഞു വേണം. ഒരു ആണ് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പിന്റെയോ കമ്മിറ്റ്മെന്റിന്റെയോ കുടുംബം തുടങ്ങുന്നതിന്റെ സൂചനയാണ്. അതിനുശേഷം ദൗർഭാഗ്യപൂർണ്ണമായി അവർക്ക് ബ്രേക്കപ്പ് ഉണ്ടായി. അവരുടെ ജീവിതത്തിലെ പ്രണയവും പ്രണയ തകർച്ചയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്നതിനേക്കാൾ വൃത്തികേട് എന്തെങ്കിലും ഉണ്ടോ? ഇനി 2, ശ്രീ വസന്ത് അടക്കമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട അയാൾ നിർബന്ധിച്ചിട്ടാണ്. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട് ഇപ്പൊ ക്യാരി ചെയ്യാൻ കഴിയില്ല, പിൽസ് വേണം. അത് അയാളുടെ ഏകപക്ഷീയമായ തീരുമാനം. അടിച്ചേൽപ്പിക്കാന്ന് കാണുമ്പോൾ അറിയാലോ, പിൽസ് വേണമെന്ന് വേണ്ടെന്ന് പറയാണ്. അതിനുശേഷം ഏകപക്ഷീയമായ ഒരു സ്ത്രീയുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിച്ച ശേഷം ബ്രേക്കപ്പ് എങ്ങനെ ഉണ്ടായി? അത് വിശദീകരിക്കും. അധിക ബാധ്യതയോ എന്റെ നിഷാദേ? അല്ല, ബ്രേക്കപ്പ് എങ്ങനെ ഉണ്ടായേ? അല്ല, അയാളുടെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു അവർ ക്യാരിഡ് ആവുക എന്നുള്ളത്, അത് ക്യാരി ചെയ്യാന്നുള്ളത്. അവർ ക്യാരി ചെയ്തതിനു ശേഷം ഇയാൾ ഉപേക്ഷിച്ച് പോകുന്നു, ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നു. ആ പോർഷനോട് വിശദീകരിച്ചാലേ പൂർണ്ണമാവും. നമ്മൾ ആണുങ്ങൾ ഒരു സ്ത്രീയോട് 1 നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നോ സെക്സ് വേണമെന്നോ പറയുന്നത് പോലെ നമ്മളൊരു സ്ത്രീയോട് കുഞ്ഞു വേണമെന്ന് പറയുമോ? കുഞ്ഞു വേണമെന്ന് പറയുന്നത് സൂചിപ്പിക്കുകയാണ്. എനിക്കറിയില്ല, താങ്കൾക്ക് അറിയില്ലേ? പലതരത്തിലുള്ള സൈക്കോപാത്തുകളുണ്ട്, പലതരത്തിലുള്ള സൈക്കോപാത്തുകളുണ്ട്. ഒരു കുഞ്ഞു വേണമെന്നൊരാണ് പറഞ്ഞാൽ മാത്രം സീരിയസ് ആണ്. അതിലൊക്കെ പലതരം സൈക്കോപാത്തുകളുണ്ട് രാഹുൽ. എനിക്കറിയില്ല കേട്ടോ പൂർണ്ണമായിട്ട്. എല്ലാവരും അത് പറയുന്നത് ഭയങ്കരമായി ഇമോഷണൽ എനിക്കറിയില്ല. മറുപടി പറഞ്ഞോട്ടെ. ഇത് താങ്കളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുണ്ട്. ഈ നെഹ്റുവിയൻ പുരോഗമനവാദത്തിൽ നിന്ന് ചിന്തിക്കുന്നതാണ്. ഇനി ഈ വിഷയം കൂടെ വെച്ച് പറയാം. അതായത് ശബരിമല യുവതി പ്രവേശനം വന്നപ്പോഴും കോൺഗ്രസ് ഇതേപോലെ മടിച്ചു നിൽക്കുകയായിരുന്നു. അവസാനം രാഹുൽ ഈശ്വർ അടുത്ത സ്റ്റാൻഡിലേക്കാണ് എല്ലാവരും എത്തിയത്. അന്ന് VT ബൽറാം പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ നേതാവ്, രാഹുൽ ഈശ്വർ അല്ലെന്ന്. അന്ന് രാഹുൽ ഈശ്വർ എടുത്ത ആ നിലപാടിലാണ് കോൺഗ്രസ് അടുത്ത പ്രാവശ്യം ഇലക്ഷനെ പോലും നേരിടാൻ തീരുമാനിച്ചത്. ഇതിന്റെ കാര്യം നമുക്കെല്ലാം കണ്ണിന്റെ മുമ്പിൽ സത്യം അറിയില്ലേ? രാഹുലിന് ഒരു പെൺകുട്ടിക്കും ഇഷ്ടമായിരുന്നു. അവർ കല്യാണവും കുടുംബവും പ്ലാൻ ചെയ്തു. പിന്നീട് ദൗർഭാഗ്യവശാൽ ബ്രേക്കപ്പ് ആയി. അവരുടെ ജീവിതത്തിലെ ആയിരക്കണക്കിന് കോൺവെർസേഷനിലെ 2 കോൺവെർസേഷൻ എടുത്ത് അതിന്റെ മേലിൽ ഡയലോഗ് അടിക്കുന്നതിന് എന്ത് അർത്ഥമാ ഉള്ളത് സാർ? അവർക്ക് ഇഷ്ടമായിരുന്നു. താങ്കളും ഞാനും ഒന്നും ബ്രേക്കപ്പ് കണ്ടിട്ടില്ലേ? ഞാനും താങ്കളും ഇവിടെ ഇരിക്കുന്ന ആർക്കും പ്രണയവും പ്രണയ തകർച്ചയും കുടുംബ തകർച്ചയും സെപ്പറേഷനും ഡിവോഴ്സും ഒന്നും കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതത്തിലെ ശങ്കരാടി പറയുന്ന 35 വർഷം മുമ്പുള്ള സന്ദേശത്തിന്റെ അതേ ഡയലോഗ് ഒറ്റ വരി പറഞ്ഞു തീർക്കാം. INSPയിൽ കഴിവുള്ള 2 പേര് അല്ലെങ്കിൽ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്, ഷാഫിയും രാഹുലും. അവരെ ജനങ്ങൾക്ക് വലിയ മതിപ്പാണ്. ഏതെങ്കിലും രീതിയിൽ പെണ്ണ് കേസിൽ പെടുത്തി ഗർഭ കേസിൽ പെടുത്തി അവരെ ഇല്ലാതാക്കണം. മനുഷ്യർക്കിടയിൽ പ്രണയം ഉണ്ടാവും, പ്രണയ തകർച്ച ഉണ്ടാവും. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ്, അത് നമ്മൾ മാനിക്കണമെന്ന്. ഈ ചോദ്യത്തിന് എന്താ ഉത്തരം പറയാത്തത്? എനിക്കും അവർക്കും ഇടയിൽ പ്രണയമുണ്ടായിരുന്നു. എനിക്കും അവർക്കും ഇടയിൽ പ്രണയമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സ്വകാര്യമായ കാര്യം. ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, ഭരണഘടനാ വിരുദ്ധമായി ചെയ്തിട്ടില്ല. ഞങ്ങൾ ബ്രേക്കപ്പായി, ശരിയായി. ഞങ്ങൾക്കിടയിൽ ആ കുട്ടി കാരിയിങ് ആയിരുന്നു. എന്നെന്താ പറയാത്തത്? ഇതാ ഈ ആൺകൂട്ടം ഉണ്ടല്ലോ, ഈ ആൺകൂട്ടം, ഇയാളുടെ പിന്തുണക്കാരായ ആൺകൂട്ടം അവരെ കൊത്തി വലിക്കുകയാണ്. അഭിസാരികമായ നാടകത്തിന് കൂട്ടുനിൽക്കരുത്. ഇയാൾ വ്യക്തത വരുത്താത്തത് കൊണ്ട്, രാഹുലെ, ഇയാൾ വ്യക്തത വരുത്താത്തത് കൊണ്ട് ഈ ആൺകൂട്ടം, ഇയാളുടെ പിന്തുണക്കാരായ കൂട്ടം അഭിസാരിക എന്ന് വിളിച്ച് ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ്. ആര് പറഞ്ഞില്ല? ഞാൻ 100 സ്ക്രീൻഷോട്ട്സ് തരാം, 100 സ്ക്രീൻഷോട്ട്സ് തരാം. ഒരാളൊന്നുമല്ല, ഇയാൾ ഈ മാന്യദേഹം വ്യക്തത വരുത്താത്തത് കൊണ്ട്, ഈ മാന്യദേഹം എന്താ ഈ മാന്യദേഹം അഡ്മിറ്റ് ചെയ്യാത്ത? രാഹുലെ, എന്റെ പ്രണയമായിരുന്നു, എന്റെ ശബ്ദമാണ് എന്ന് അഡ്മിറ്റ് ചെയ്യാത്ത എന്താ ചെയ്യാത്ത? എനിക്ക് 1 മിനിറ്റ് തരണേ. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായ യാതൊരു സൗഹാർദ്ദവും ഇല്ല. ആലങ്കാരികമായി പറയുന്നതല്ല. ഞാൻ കൊണ്ടുവന്ന പുരുഷ കമ്മീഷൻ എന്ന ബില്ല്, എൽദോസ് കൊണ്ടുവന്ന ബില്ലിനെ എതിർക്കുകയും വരാതിരിക്കുകയും ചെയ്യുന്ന പ്രധാന കാരണക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഞങ്ങൾ തമ്മിൽ എന്നും ആശയപരമായ വ്യത്യാസമാണ്. എന്നെ വിഷമാണ്, നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയും കേരളത്തിൽ വിഷവുമാണെന്ന് വിളിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിവരം പോരാന്ന് വിളിക്കുന്ന ആളാണ് ഞാൻ. അത് വേറെ. പക്ഷേ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും പ്രണയവും പ്രണയ തകർച്ചയും ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുത് എന്ന ധാർമ്മിക ബോധം എനിക്കുണ്ട്. ഇനി ഒറ്റ ചോദ്യം ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 10 ഇരട്ടി വലിയ നേതാവല്ലേ VD സതീശൻ? 10 ഇരട്ടി വലിയ നേതാവല്ലേ ശ്രീ രമേശ് ചെന്നിത്തല? എന്തുകൊണ്ടാണ് ഗ്രൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കിട്ടുന്നത്? നേരത്തെ പറഞ്ഞു, VD സതീശൻ ജി പറഞ്ഞു, കേരളം കടലിരമ്പി വന്നാലും ഞാൻ എന്റെ നിലപാട് മാറ്റില്ലെന്ന്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, കേരളം കടലിരമ്പി വരുന്നുണ്ടായിരുന്നു.
എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന എല്ലായിടത്തും താരമാകുന്നത്? രാഹുലിന്റെ മിടുക്ക് മാത്രമൊന്നുമല്ല, കേരളത്തിലെ ജനത അനീതിക്കെതിരെ പ്രതികരിക്കുകയാണ്. രാഹുലിനെ ചേർത്ത് പിടിക്കുന്നത് മലയാളിയുടെ നന്മയാണ്, ധാർമ്മിക ബോധമാണ്, സത്യസന്ധതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ താങ്കൾ പറഞ്ഞല്ലോ അതെന്റെ പേഴ്സണൽ പ്രശ്നവും എന്റെ പ്രണയവുമായിരുന്നു, അതെന്റെ പ്രണയമാണ്, എന്റെ പേഴ്സണൽ പ്രശ്നമാണ്, എന്റെ ശബ്ദമാണ് എന്ന്, അതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് എന്താ ഇയാൾ പറയാത്തതെന്ന് ചോദിക്കുന്നത്? എന്താ ഇയാൾ പറയാത്തെന്താണ്? പോപ്പുലാരിറ്റിയിൽ പകച്ചു പോവുകയാണ് പലരും. എന്തുകൊണ്ടാണെന്നറിയാമോ? ശരി, പോപ്പുലാരിറ്റി ആയിക്കോട്ടെ, ശരി, കുറെ ആണുങ്ങൾ. ഞാൻ ചോദിക്കുന്ന അതല്ല. ഈ രാഹുലിന് എന്തുകൊണ്ട് ആണുങ്ങളാണോ തൻവീർ റാം, ആണുങ്ങളാണോ ശ്രീനാദേവി, ആണുങ്ങളാണോ ഐഷ പോറ്റി, ആണുങ്ങളാണോ സീമാജി നായർ? ഇവരൊക്കെ പുരുഷന്മാരാണോ? ആലോചിച്ച് നോക്ക്, ഇവരൊക്കെ പുരുഷന്മാരാണോ? ഇങ്ങനെ സ്ത്രീകളടക്കം പിന്തുണയ്ക്കുന്നത്? രാഹുലെ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, എന്റെ ചോദ്യം ഇതാണ്, മൗലികമായ ചോദ്യം. എന്തുകൊണ്ടാണ്? അതെന്റെ പ്രണയമാണ്, എന്റെ ശബ്ദമാണ്, എന്റെ റിലേഷൻഷിപ്പാണ് എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാവ് പൊന്താത്തതിന്റെ കാരണം അധാർമികമായ കാര്യം ഞാൻ ചെയ്തു. കേസ് വിട്. അധാർമികമായ കാര്യം, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവ്, നേതൃഗുണം കാണിക്കേണ്ട നേതാവ്, മാതൃക കാണിക്കേണ്ട നേതാവ് അധാർമികമായത് ചെയ്തു എന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ ആ ഓഡിയോ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് എന്നാ അയാൾ പറയുന്നത്. അത് അയാൾ ചോദിക്കട്ടെ രാഹുലെ, അത് അയാൾ ചോദിക്കില്ല. രാഹുൽ ഈശ്വരൻ എന്തും പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. അറസ്റ്റും സാങ്കേതികത്വം അല്ല. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്കാണ് എന്റെ വാക്ക്. രാഷ്ട്രീയ ധാർമ്മികത എവിടെ? അയാളുടെ രാഷ്ട്രീയ ധാർമ്മികത എവിടെ? കമന്റ് അല്ലല്ലോ, കമന്റ് നോക്കിയിട്ടല്ല ഞാൻ ചർച്ച നടത്തുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, രാഹുലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ രസമുള്ളതാണ്. പക്ഷെ ഈ കാര്യങ്ങൾ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം അയാൾക്കറിയാം താൻ ചെയ്തിട്ടുള്ളത്, താൻ നിൽക്കുന്ന രാഷ്ട്രീയ പരിസ്ഥിതി ഉണ്ടല്ലോ, അതിന്റെ ധാർമ്മികതയ്ക്ക് ചേരാത്തതെന്ന് അയാൾക്കറിയാം. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എന്തും പറയാം, അയാൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അയാൾ പറയട്ടെ. രാഹുലെ നെഞ്ചറപ്പുണ്ടെങ്കിൽ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ, നെഞ്ചറപ്പുണ്ടെങ്കിൽ പറയട്ടെ. എന്റെ കുഞ്ഞാണത് അല്ല, പറയട്ടെ. നെഞ്ചറപ്പുണ്ടെങ്കിൽ അയാൾ പറയട്ടെ. എന്താ പിന്നെ അയാളുടെ പ്രശ്നം? അല്ല, എത്ര പേരുടെ സ്ക്രീൻഷോട്ട്സ് കണ്ടത്? ശ്രീ നിഷാദ് റാവുതറെ പോലെ പ്രമുഖനായ ഒരു പുരോഗമനവാദി സദാചാര പോലീസായി. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ, സദാചാരവാദികളെ അങ്ങോട്ട് മാറി നിൽക്ക്, അത് എന്റെ സ്ക്രീൻഷോട്ട്, എന്റെ ചാറ്റ്, എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയട്ടെ. ഈ പുരോഗമനവാദിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾക്ക് പറ്റിയല്ല. രാഹുലെ, നിങ്ങൾ എത്ര ബഹളം വെച്ചാലും അയാൾക്ക് പറ്റിയല്ല. രാഹുലെ, അയാൾക്ക് പറ്റാത്ത കാര്യത്തിൽ നിങ്ങൾ അയാളെ പിന്തുണയ്ക്കുന്നില്ല. അയാളുടെ പൊസിഷൻ ഇതല്ല രാഹുലെ, അയാളുടെ പൊസിഷൻ ഇതല്ല. നിങ്ങൾ പറയുന്നതല്ല അയാളുടെ പൊസിഷൻ. അയാൾ എന്റേതല്ല എന്ന് സ്ഥാപിക്കാൻ സത്യത്തിന്റെ അല്ല, ഈ ചെയ്തത് തെറ്റാണെന്നാണ് അയാളുടെ ബോധ്യം. ഈ ചാറ്റ് തെറ്റാണെന്നാണ് അയാളുടെ ബോധ്യം. രാഹുലെ, ഈ ചാറ്റ് തെറ്റാണ്. രാഹുലിനെ ഓടി നടന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ പോകുന്നിടത്തെല്ലാം തരംഗം ഉണ്ടാവുകയാണ്. രാഹുൽ നിങ്ങളുടെ മീഡിയ ഞാൻ കണ്ടത് രാഹുൽ തരംഗം ഉണ്ടാക്കുകയാണ്. കാരണം സത്യം. ആ സ്ക്രീൻഷോട്ടും ആ വാട്സാപ്പ് ചാറ്റും ഓഡിയോയും തെറ്റാണ് എന്നാണ് രാഹുലിന്റെ ബോധ്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ. അതുകൊണ്ടായിരിക്കും അങ്ങനല്ലേ? പിന്നെ പറ, എന്റെയാന്ന് പറ. അങ്ങനെ പറഞ്ഞോ? രാഹുൽ തെറ്റാന്ന് പറഞ്ഞോ? ആർക്കാണ് ഇത്ര കുഴപ്പം? എന്റെയാന്ന് പറ. അല്ല, ആർക്കാണ് ഇത്ര കുഴപ്പം? എന്റെ ഓഡിയോ എന്ന് പറ. അന്വേഷണത്തിന്റെ കാര്യം എന്താ? ഈ ഓഡിയോയുടെ പേരിലല്ലേ അയാളെ തിരിച്ചേറ്റിരിക്കുന്നത്? അയാൾക്ക് പറഞ്ഞൂടെ? അയാൾ പറയത്തില്ല രാഹുലെ, അയാൾ പറയത്തില്ല രാഹുലെ, അയാൾക്കറിയാം. അത് പറഞ്ഞാൽ പിന്നെ തനിക്ക് രാഷ്ട്രീയമായി നിലനിൽപ്പില്ല. എന്ന് അയാൾക്കറിയാം. രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാഗത്തെ നെറുകേടല്ലേ? ഒരാളുടെ ജീവിതത്തിലെ ഡിവോഴ്സും ബ്രേക്കപ്പും നമ്മൾ ദുരുപയോഗം ചെയ്യണോ? ശരി, അത് അയാൾ പറയട്ടെ. എന്റെ പേഴ്സണൽ കാര്യം എന്താ പറയാത്തെ?
എൻ്റെ പോയിന്റ് അതാണ്. അയാൾക്ക് പറയാൻ പറ്റുകയില്ല. പറഞ്ഞാൽ അയാൾക്ക് രാഷ്ട്രീയമായി നിലനിൽപ്പില്ല. അത് അയാൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പറയുന്ന ഈ വാചകം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ പറ്റത്തില്ല. നിങ്ങളെപ്പോൾ പറ്റുകയില്ല. അല്ല, അയാൾ പറയട്ടെ. എന്റെ അതൊരു മോഡേൺ പൊളിറ്റിക്സ് ആണ്. എനിക്ക് പല ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പല ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, എനിക്കല്ല, എനിക്ക് അയാൾ അവരെ മാനിപ്പുലേറ്റ് എന്നുള്ള അഭിപ്രായമുള്ളത്. അയാളുടെ കേവലമായ നൈമിഷിക താല്പര്യത്തിന് വൈകാരികമായ ഒരു പക്ഷം അല്ല അയാളുടെ. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിധി വിട്ട മെസ്സേജുകൾ അയച്ച മനുഷ്യരെ എനിക്ക് വേറെയും അറിയാം. രാഹുലെ, എനിക്ക് വേറെയും അറിയാം. രാഹുലെ, എനിക്കറിയാം. ശരി, നമ്മൾ ഞാൻ ഒരു സെക്കൻഡ് വരുന്നു. കേസ് റിയാസുദ്ദീൻ, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് കുരിശേ കയറ്റാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ കേസ് പോലും എവിടെയും എത്തിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്ക് ഇറങ്ങി നിൽക്കുന്നു. അയാൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നു. അതാ രാഹുൽ ഈശ്വർ പറഞ്ഞ അയാൾ തരംഗമാകുന്നു എന്നാണ്. അല്ല, ഇവിടെ രണ്ടുപേരും കൂടെ അരമണിക്കൂർ ചർച്ചയുടെ സിംഹഭാഗം കൊണ്ടുപോയി ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് മുഴുവൻ പൂർത്തിയാക്കുന്നതിനുള്ള അവസരം തരണം എന്നാദ്യമായിട്ട് പറയണം. ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഈ ഇരട്ടത്താപ്പ് കേരളം ഇന്ന് നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. ഇവിടെ ഒരു കേസ് പോലും ഇല്ല എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയത്. ഒന്ന്, അദ്ദേഹത്തിനെതിരെ എന്ത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് കേസാണ് എടുത്തിട്ടുള്ളത് എന്നെല്ലാം ചോദിച്ചു നിർത്തിയത്. അന്വേഷണം നടന്നു വരുന്നുണ്ട്. ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കം ചെയ്തത്? വസന്ത് പറയേണ്ട മറുപടിയാണ്. ഇവിടെ പറഞ്ഞ ചില പുകമറയുടെ ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട്, പുകമറകളുടെ അടിസ്ഥാനത്തിൽ എന്നാണ്. കേട്ടുകേൾവികളുടെയോ പുകമറകളുടെയോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഏതെങ്കിലും ആരോപണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് മാറ്റിയത്? കേരളത്തിലെ നോക്കൂ, നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറായി എന്നവർ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പുകമറയുടെ അടിസ്ഥാനത്തിലാണോ? അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ ആരോപണം ഉന്നയിച്ച് ആദ്യം രംഗത്ത് വന്നത് ആരാണ്? ഈ പറഞ്ഞ ഒരാൾ മാത്രമല്ലല്ലോ. ഇവിടെ ഒന്ന്, ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഞാൻ അദ്ദേഹത്തെ വലിയ രീതിയിൽ തൊഴുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ അത് ഇതുപോലെ ഒരു ചർച്ചയിലാണ് പാർലമെന്ററി ആവുന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. മറ്റ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ 10,000 പോലീസുകാരും പിണറായി വിജയനും വിചാരിച്ചിട്ട് യുവതികളെ ഞാനൊന്ന് പെർവേർട്ടിന് വേണ്ടി ഈ ക്രിമിനലിന് വേണ്ടി അല്ല രാഹുൽ ഈശ്വർ ഈ പെർവേർട്ടിന് വേണ്ടി, ഈ ക്രിമിനലിന് വേണ്ടി, ഈ സൈക്കോപാത്തിന് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ, ഒരു അറുപ്പുമില്ലാതെ ഈ കേരളത്തിനാകെ അപമാനമായി ഈ നോക്കൂ, ഈ ഇതുപോലെ ഒരു പെർവേർട്ടിനെ ഒരു ഉളുപ്പുമില്ലാതെ ക്ഷമയോടുകൂടി ഈ കേട്ടിരുന്ന ആളാണ് ഞാൻ. ഞാൻ കേട്ടിരുന്ന ആളാ അല്ല, ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവുമില്ലാതെ. നോക്കൂ, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളെ ന്യായീകരിച്ചപ്പോൾ, മെഴുകിയപ്പോൾ ഞാൻ അത് ക്ഷമയോടുകൂടി കേട്ടില്ല. വസന്ത് സംസാരിച്ചു. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള് ഒരുപക്ഷെ കേരളത്തിലെ മലയാളിക്ക് ആകെ അപമാനമായി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ ഓൺ ചെയ്ത് സംസാരിച്ചപ്പോഴും നമ്മളത് കേട്ടു. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ഷമ കാണിക്കണം. ഞാൻ പറയുന്നത് പറഞ്ഞോട്ടെ, താങ്കൾക്ക് അവസരം കിട്ടുമല്ലോ, പ്രതികരിച്ചോ. ഞാൻ പറഞ്ഞു വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പെൺകുട്ടിയോട് ഒരു കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ടതല്ലേ ഉള്ളൂ എന്നാണ്. ഒന്നാണോ നിഷാദേ? ഒരു ഡസൻ പരാതി ഞാൻ മനസ്സിലാക്കിയിടത്തോളം 15 വയസ്സുള്ള കുട്ടി തുടങ്ങി 60 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്.
നേരത്തെ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ഞാൻ തന്നെ സംസാരിച്ചിരുന്നു. കോൺഗ്രസിൽ ഇനി രാഹുൽ ഈശ്വർ പരാതി അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ ഇവർ തമ്മിൽ ഒരേ ആശയക്കാരും ആ രീതി പേര് മാറിപ്പോകുന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പരാതി അയക്കാൻ ബാക്കിയുള്ളത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ ബാക്കിയുള്ളത് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ബാക്കിയുള്ളത് സോണിയാഗാന്ധിക്ക് മാത്രമാണെന്ന്. ടി.എൻ. പ്രതാപനുമായി ബന്ധപ്പെട്ട ചില പരാതികളുണ്ടല്ലോ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നോക്കൂ, കോൺഗ്രസിൻ്റെ AICC നേതാവ് ആര് KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പരസ്യമായി രംഗത്ത് വന്നില്ലേ? എന്തിനേറെ പറയുന്നു, ഇന്ന് ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടോ? വസന്ത് കണ്ടോ? എന്താ പറയുന്നത്? ഈ സ്ത്രീ വിരുദ്ധനെ സംരക്ഷിക്കേണ്ട ബാധ്യത, ഈ സൈക്കോപാത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്ക് അവരുടെ പേര് എന്ന സജിന എന്നോ മറ്റോ ആണ്. എവിടെ നിന്നാണ്? ഞങ്ങളാണോ? ഞങ്ങൾ ആരെങ്കിലുമാണോ? എന്താണ് ഇന്നലെ പറയുന്നത്? ഞാൻ ഈ വാക്കുകളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളെല്ലാം വായിച്ചതല്ലേ? മാർച്ച് മാസം മുഴുവൻ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തയ്യാറെടുപ്പോട് കൂടി ഇരിക്കാനാണ് പറയുന്നത്. ആരെ? 1 ഡസനോളം വരുന്ന പെൺകുട്ടികളെ, പ്രായമായവരെ, മുതിർന്ന സ്ത്രീകളെ, അവരെ മാത്രമല്ല, അവിടെ ഒരു ട്രാൻസ് വിമൺ ഇവരുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചില്ലേ? ട്രാൻസ് വിമൻസിനോട് ഉൾപ്പെടെ ഈ ക്രൂരകൃത്യം നടത്തിയിട്ടുള്ള ഒരു ക്രിമിനലിനെ, ഒരു പെർവേർട്ടിനെ ഒരു ഉളുപ്പുമില്ലാതെ കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ എന്ത് നടപടിയെടുത്ത്? ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ഭേദം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിനെ മാറ്റിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരികയായിരുന്നില്ല നല്ലത്? വെറുതെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 4 വീട് കയറിയല്ല. നിങ്ങൾ പറഞ്ഞല്ലോ തെളിവുണ്ടോന്ന്. കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസ്, നോക്കൂ, കണ്ണാടി പഞ്ചായത്തിൽ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആരാ? ബസന്തേ. ഇപ്പൊ നിങ്ങളുടെ കൺവെൻഷനിൽ വഴി കൂടെ പോയി നടക്കുന്ന എല്ലാ ക്രിമിനലും നാളെ ഗോവിന്ദച്ചാമി അതിൽ വരുമ്പോൾ കയറിയിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? പാലക്കാട് മണ്ഡലത്തിൽ കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പങ്കെടുത്ത ആരാ? അല്ല, ബസന്ത് പറയണ്ടേ? നിങ്ങൾ മറുപടി പറയണ്ടേ? നിങ്ങൾ പറഞ്ഞല്ലോ ഇഷ്ടക്കാരെ. ഞങ്ങൾ പറയേ എല്ലാവരും കേട്ടണം. പാലക്കാട് മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയിലെ, കണ്ണാടിയിലെ, കിരായിരിയിലെ, പട്ടുമെങ്കിൽ മാത്തൂരിലെ മുഴുവൻ, പട്ടുമെങ്കിൽ മാത്തൂരിലെ പാലക്കാട്ട് മുഴുവൻ വീട്ടിലും ഈ മോഡലിനെ കേൾക്കണം. ഞാൻ പറയട്ടെ അയാൾക്ക് അവസരമുണ്ട്. അയാളുടെ സമയം കൊടുക്കും. ഈ പാനൽ കംപ്ലീറ്റ് ചെയ്യാൻ റിയാസിനെ പൂർത്തിയാക്കും. എനിക്ക് സമയം അല്ല, വസന്ത് അദ്ദേഹം പറയുന്നത് കണ്ണാടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിൽ ത്രിവർണ്ണ ഷാളുമായി ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ്. ഒരു സെക്കൻഡ്, ഞാനൊരു മറ്റൊരു പാനലിസ്റ്റിലേക്ക് NP ചെക്കുട്ടി, ഞാൻ കുറെ വൈകിപ്പോയും, സോറി. ഇതിനകത്ത് NP ചെക്കുട്ടി ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ള പോലെയുള്ള ഈ സംസ്ഥാനമാകെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾ, ഇവയെല്ലാം ഞാൻ വരാം റിയാസ്. ഞാൻ ആദ്യത്തെ അരമണിക്കൂർ പൂർത്തിയാകും. എനിക്ക് പാനൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ താങ്കളിലേക്ക് വരും. ഇതൊക്കെ പ്രാദേശിക തലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഹീറ്റഡ് താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയം തന്നിട്ട് ഇത് അവസാനിപ്പിക്കൂ. NP ചെക്കുട്ടി, ഇത്തരം ഇപ്പൊ നമ്മൾ ഈ ഹീറ്റഡ് ഡിബേറ്റുകളായി എടുത്തിരിക്കുന്ന വിഷയങ്ങൾ താഴെത്തട്ടിൽ സ്പർശിക്കുന്ന സംഗതിയായിട്ട് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, കേരളത്തിലെ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു അന്തരീക്ഷമല്ല പ്രാദേശിക തെരഞ്ഞെടുപ്പിലുള്ളത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിലായാലും ശരി, മുനിസിപ്പൽ തലത്തിലായാലും ശരി, കോർപ്പറേഷൻ തലത്തിലൊക്കെ ആയാലും ശരി, അവിടെയുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം നിയമസഭാ തെരഞ്ഞെടുപ്പോ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് കമ്പയർ ചെയ്യരുത്. ഇപ്പോൾ എന്താ കാര്യം വെച്ചാൽ, നമ്മുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശത്തുള്ള ആളുകളാണ് ഈ വാർഡുകളിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ഥാനാർത്ഥിയോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് കക്ഷി രാഷ്ട്രീയപരമായ നിലപാടുകൾക്ക് അപ്പുറമാണ്. പലപ്പോഴും രാഷ്ട്രീയമായ നിലപാടുകൾ ഉള്ളപ്പോൾ പോലും നിങ്ങൾ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ, പലപ്പോഴും വ്യക്തിഗതമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനമായിട്ടാണ് വരാറുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ളൊരു സവിശേഷതയാണ്. കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ഈ ആസ്പെക്റ്റ്, നമ്മുടെ ആ ഒരു ഇൻറ്റിമസിയുടെ ഒരു വിഷയം, ജനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ബന്ധം
ബന്ധങ്ങളുടെ ഒരു വിഷയം അത് വളരെയേറെ ഗൗരവത്തിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ശബരിമലയെ കാരണം ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ വലിയ കൊള്ളയുണ്ട്, യാതൊരു തർക്കമില്ല. പക്ഷേ അവിടെയുള്ള പഞ്ചായത്ത് ബോർഡുകാരോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ ഏതെങ്കിലും നിലക്ക് അതിനകത്ത് ഇൻവോൾവ് ആണോ? അല്ല. അതിൻ്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡും അവിടെയുള്ള പഞ്ചായത്തും തമ്മിൽ ഒരു നിരക്ക് ഒരു ഇടപാടുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ദേവസ്വം ബോർഡിലെ വിഷയങ്ങളോ ശബരിമല കൊള്ളയോ പോലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായ വിഷയങ്ങൾ അത്ര വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഞാൻ കരുതില്ല. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇത്തരം ഒരു വൈകാരികമായ ഒരു അന്തരീക്ഷം, ഇപ്പം പല വിഷയങ്ങളെക്കുറിച്ചുള്ള വൈകാരികമായ അന്തരീക്ഷം പിന്നെ ഒരു തരം ഒരു ഹൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി നടക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കുറേ കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പൊസിഷൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ കേസ് തന്നെ ഈ പാലക്കാട്ടെ കേസ് തന്നെ, പാലക്കാട് കേസിൽ ഇദ്ദേഹം അവിടെ പ്രാദേശിക തലത്തിൽ പിന്നെ ക്യാമ്പയിന് പോകുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ അതിശക്തമായൊരു വികാരമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ക്യാമ്പയിനിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. കാരണം എൻ്റെ വീട്ടിൽ നിങ്ങൾ കയറണ്ട എന്ന് ആളുകൾ അപ്പം അടച്ചു മനസ്സിലാവും, നിങ്ങളെന്തിനാ എൻ്റെ വീട്ടിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഒരു പരിധിക്കപ്പുറം നമ്മളിങ്ങനെ എന്താ പറയുക ഒരു വ്യക്തിക്കെതിരായിട്ടുള്ളൊരു കേസ് വരികയോ, ആരോപണങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണ്, ഞാനും ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ വസ്തുനിഷ്ഠമായിട്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കേസ് വരികയോ അല്ലെങ്കിൽ കോടതി നടപടിയോ വരികയോ ചെയ്യാതെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും തള്ളിയെ കളയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന് മാറ്റാം, പക്ഷേ പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള ഒരാൾ, സ്ഥലത്തെ MLA ആയിട്ടുള്ള ഒരാൾ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അത്രയേറെ ജനവികാരം അദ്ദേഹത്തിനെതിരായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറണ്ട എന്ന് പറയും. അങ്ങനെയൊന്നും അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമാണ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ VD സതീശന്റെ താല്പര്യം പ്രകടമായി അതിനകത്തുണ്ട്. നാളെ VD സതീശൻ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ പോലും ഈ പ്രതിസന്ധി അവരെ തേടി വരികയാണല്ലോ. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പുറത്താക്കിയാൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ കൂടെ വീട് കയറുകയല്ലേ, നിങ്ങളുടെ താരപ്രചാരങ്ങളിൽ എന്ന ചോദ്യം സംസ്ഥാന നേതൃത്വം അശക്തമാക്കില്ല. അപ്പോൾ കോൺഗ്രസിന്റെ സിസ്റ്റം അതിനകത്ത് കുറച്ചുകൂടി കാണിക്കേണ്ടതിന്റെ ചോദ്യം. ഈ മീ ടു വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ലോകത്തൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക. ഇപ്പൊ തന്നെ എപ്സ്റ്റീൻ കേസ്, അമേരിക്കയിലെ എപ്സ്റ്റീൻ വളരെ ഭയാനകമായിട്ടുള്ള സംഗതിയാണ്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ മകനടക്കം അതിനകത്ത് ഇൻവോൾവ് ആണ്. സോ ലോകം മുഴുക്കെ ഈ തരത്തിലുള്ള എന്താ പറയുക സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് വളരെ വ്യാപകമായി നടക്കുന്നത്. ഡൽഹിയിൽ തന്നെ ആ പെൺകുട്ടി ബസ്സുണ്ടായ ബലാത്സംഗം, അതൊക്കെ ഉണ്ടായിരിക്കുന്ന മാനസികമായിട്ടുള്ള ആഘാതം വളരെ ഗുരുതരമാണ്. സ്ത്രീകളുടെ നേരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ വളരെ ഭയാനകമായിട്ടുള്ള രൂപത്തിൽ നടക്കുന്നു. എന്നിരുന്നാലും ഈ പർട്ടിക്കുലർ കക്ഷിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ അതിശക്തമായൊരു വികാരം ഉണ്ടാക്കിയിരുന്നു. ഡൽഹിയിലൊക്കെ ഉണ്ടായ മാതിരിയുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ വീട്ടിൽ ഒരാൾ കേറ്റില്ല. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ എനിക്കറിഞ്ഞൂടാ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ സ്വഭാവം എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും. അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് അത് കേസ് കൊടുക്കുന്നില്ല തുടങ്ങിയ വളരെ ന്യായമായ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ആളുകൾ ഉന്നയിക്കും. അതായത് ഞാൻ ആ പെൺകുട്ടിയെ കുറ്റം പറയില്ല, പക്ഷേ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പുറത്തു വരികയാണെങ്കിൽ, ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ നിലപാടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം വരെ പോകാനുള്ള ബാധ്യത സ്ത്രീകൾക്കുണ്ട്. അല്ലെങ്കിൽ ശരി, അത് പോയിന്റാണ്. ആളുകൾക്കിടയിലുള്ള വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ സ്വീകാര്യത പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല എന്ന് തെളിയിക്കാൻ രാഹുലിന് കഴിയുന്നുണ്ടെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മറുപടി പറയാനുള്ള ബാധ്യത രാഹുലിനുണ്ടോ? CNP ചെക്കുട്ടി ഇന്നലെ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഓഡിയോ ആണോ, എന്താണ് ഈ സംഭവം, ഈ കേസ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നില്ല, വ്യക്തത വരുത്തുന്നില്ല. ചോദിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വ്യക്തത വരുത്തും. ഈ വ്യക്തത വരുത്താത്ത കാലം മുഴുവൻ ആരാണത് അതിന്റെ ഭാരം സഹിക്കേണ്ടി വരിക? പാർട്ടിയല്ലേ? പൊളിറ്റിക്കൽ ലൈഫിലായാലും ശരി, പേഴ്സണൽ ലൈഫിലായാലും ശരി, അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ പ്രഥമ ദൃഷ്ടിയാണ്. എനിക്ക് അദ്ദേഹത്തോട്ട് ഒരു ബന്ധമില്ല, ഈ വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് എനിക്കല്ല. ഹീ സീംസ് ടു ബി എ ഫ്രോഡ്. വളരെ കൃത്യമായിട്ട് ഒരു ഫ്രോഡായിട്ട് കളിയാണ് അദ്ദേഹം കളിക്കുന്നത്. ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം പബ്ലിക് ലൈഫിൽ നിന്ന് പുറത്താവും എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ശരി, അതാണ് എക്സ്പോസ് ചെയ്യപ്പെടാൻ ഇനിയും എന്തോ ബാക്കിയുള്ളത് പോലെയാണ് ഇപ്പോഴത്തെ തന്നെ കളി കാണുമ്പോൾ തോന്നുന്ന ഒരു സംഗതി. റിയാസുദ്ദീൻ, അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരുവിലിറങ്ങുമ്പോൾ കൂടുന്ന ആൾക്കൂട്ടത്തെ നിങ്ങൾ കാണുന്നില്ല എന്നാണ് ഒരു ചോദ്യം അവിടെ നിന്ന് ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഗതിക്കുന്ന ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനൊന്നും ഒരു സ്വീകാര്യതയും കിട്ടിയിട്ടില്ല. ജനങ്ങൾക്കിടയിൽ അയാളുടെ പോപ്പുലാരിറ്റി കൂടുകയാണെന്ന്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തെരുവിലിറങ്ങുമ്പോൾ ആൾ കൂടുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഇനിയിപ്പോൾ ഇതിനേക്കാൾ ആരോപണ വിധേയരായ പലരും ഇപ്പോൾ സിനിമാ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മറ്റു പലരും ഉണ്ട്.
ഇപ്പോൾ മറ്റൊരു പ്രമുഖ നടനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ ഇന്ന് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കുറ്റാരോപിതൻ എന്ന നിലക്കല്ല, മറ്റ് സമാനമായ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായ കേസുകളുമായി ബന്ധപ്പെടുത്തിയല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ഒന്നാമത്തെ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം ഒരു സ്ത്രീയിലോ ഒരു യുവതിയിലോ ഒരു വിഷയത്തിലോ ഒതുങ്ങി നിൽക്കുന്നതുമല്ല എന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയല്ല ഉണ്ടായത്. അവർ മറ്റു നിലയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാൻ കാത്തിരിക്കുകയല്ല ഉണ്ടായത്. അന്വേഷണം അതിൻ്റെ ഭാഗമായി നടക്കട്ടെ എന്ന് അവർ ഒരു ഘട്ടത്തിലും തീരുമാനിച്ച് രാഹുൽ മാങ്കൂട്ടത്തലിന് അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങളെ തെളിയിക്കാനുള്ള അവസരം കൊടുക്കുകയല്ല ചെയ്തത്. പ്രാഥമികമായി കോൺഗ്രസ്സിന് തന്നെ അവിടെ ഉന്നയിക്കപ്പെട്ട അതല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു ഡസനിലധികം പരാതികളിൽ കഴമ്പുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അറ്റ് വൺസ് അദ്ദേഹത്തെ സംഘടനാ ചുമതലയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ഇത് ഏറ്റവും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രമേൽ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഇനി ഉൾപ്പെടെ നേരത്തെ ഓൺ ചെയ്തിട്ടുള്ള അവന്തിക അല്ലെങ്കിൽ ട്രാൻസ് വിഭാഗത്തിൽ നിന്നുൾപ്പെടെ ഉയർന്നു വന്ന ഇപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്തെ മുൻ എം പിയിൽ നിന്ന് ഉയർന്നു വന്ന അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവിൻ്റെ ഭാര്യയുൾപ്പെടെ പരസ്യമായി പ്രതികരിച്ച ഇന്ന് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് FBയിൽ പോസ്റ്റ് ധാരാളം പരാതികൾ ഒരുമിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രയങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാഹുലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഷാഫിയോടൊപ്പം ചേർന്ന് രംഗത്ത് വന്ന സതീശൻ ഉൾപ്പെടെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാനും നടപടിയെടുക്കാനും ഉണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഷാഫി പറമ്പിൽ ഇപ്പോൾ എല്ലാവരും തള്ളിപ്പറഞ്ഞ കേരളത്തിൻ്റെ പൊതുസമൂഹം പരസ്യമായി അറപ്പോടെ മാറ്റി നിർത്തുന്ന, വെറുപ്പോടെ അകറ്റി നിർത്തുന്ന, നിങ്ങളീ പറയുന്ന പാലക്കാട്ടെ ജനങ്ങളാകെ അദ്ദേഹത്തെ വന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നെല്ലാം ആണല്ലോ പറഞ്ഞ്. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹം, സ്ത്രീ സമൂഹം, ജനാധിപത്യ സമൂഹം, പുരോഗമന സമൂഹം, നവോത്ഥാന സമൂഹം കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മാറ്റി രാഹുൽ ഈശ്വർ 6 സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട്. അറപ്പോടെ വെറുപ്പോടെ അകറ്റി നിർത്തുന്ന ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് രാഹുൽ ഈശ്വർ 6 സ്ത്രീകളുടെ പേര് പറഞ്ഞു. കേസ് റിയാസുദ്ദീൻ അടച്ചു നിർത്തുന്നത് ഷാഫി പറമ്പിലും പിന്നെ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള മറ്റു ചിലരുമാണ്. അവരുടെ അല്ല, റിയാസുദ്ദീനെ തൻവീർ റാം എന്ന് പറഞ്ഞ സിനിമാ നടിയുടെ പേര് പറഞ്ഞു, അനുശ്രീയുടെ പേര് പറഞ്ഞു, ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര്, ആരുടെയൊക്കെ പേര് പറഞ്ഞു. സ്ത്രീ സമൂഹം ആകമാനം അദ്ദേഹത്തിന്റെ കൂടെയാണ്. ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു അനുശ്രീയോ ഒരു തൻവീർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഏതെങ്കിലും ഒറ്റപ്പെട്ട ചില വ്യക്തികളോ അല്ലല്ലോ കേരളീയ പൊതുസമൂഹം. അതാണ് അവരുടെ മനസ്സ്, അതാണ് കേരളത്തിൻ്റെ മനസ്സ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ, കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കട്ടെ. അദ്ദേഹം വെറും കുറ്റാരോപിതനല്ലേ? അതാണല്ലോ ഇപ്പോൾ പറഞ്ഞു, ബസന്ത് പറഞ്ഞ് പുകമറയല്ലേ, ആരോപണങ്ങളല്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തെ പരാതി വരാനിരിക്കുന്നു? തിരിച്ചെടുത്തോട്ടെ. കൺവെൻഷനിൽ പങ്കെടുത്തോട്ടെ. അല്ല, ഞാൻ പറയട്ടെ, കൺവെൻഷനിൽ പങ്കെടുത്തോട്ടെ. സ്റ്റാർ ക്യാമ്പയിനർ നോക്കൂ, ഇയാളെ സ്റ്റാർ ക്യാമ്പയിനർ ആക്കി ജനങ്ങളെ അഭിമുഖീകരിക്കട്ടെ. തെരഞ്ഞെടുപ്പ് ഇതുപോലെ വൃത്തികെട്ടവനെ ന്യായീകരിക്കാൻ അല്ല, താങ്കളുടെ ഒരു ഗതികേട് ഓർത്ത് ലജ്ജിക്കുകയാണ്. വീട്ടിൽ പെങ്ങളില്ലേ, അമ്മയില്ലേ, സഹോദരിയില്ലേ, വിവാഹം കഴിഞ്ഞ ഭാര്യയില്ലേ, വീട്ടിൽ കൊണ്ടുപോയി കടത്തലോ? ഞാൻ പറയട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കേരള രാഷ്ട്രീയത്തിലെ തീട്ടം ഭാസ്കറിനെ
കേരള രാഷ്ട്രീയത്തിലെ തീട്ടം ഭാസ്കരൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചോ? വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചോ? എനിക്ക് വിരോധമില്ല, എനിക്ക് വിരോധമില്ല. ഭാസ്കർ അല്ല, താങ്കളുടെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചോ? ശരി 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 നമ്മൾ വസന്തിന്റെ മറുപടി. കേരള രാഷ്ട്രീയത്തിലെ ഈ മാലിന്യം അതിന് ഉപയോഗിക്കാൻ പറ്റിയ പാടാണ്. ശരി 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 റിയാസ പൂർത്തി മതി, റിയാസ മതി, റിയാസ മതി. ശരി ശരി ശരി. അല്ല വസന്ത മറുപടി വേഗം. നിഷാദേ, ഞാന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി അദ്ദേഹം ഒരു ഡസൻ ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ ഒരിക്കൽ പോലും ഇടപെട്ടില്ല. ഞാൻ ഇടപെട്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായ സംഘടനാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതൊക്കെ അങ്ങനെയല്ല, അതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഏതാണ്ട് വർഷങ്ങളായി ഇന്ദിരാഭവന്റെ മട്ടുപ്പാവിൽ ഉണ്ടുറങ്ങി താമസിക്കുന്ന കണക്കിന് ചില വിടുവായത്തങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടു. അത് ഇനിയും ഞാൻ ഇടപെടും. കാരണം ആ ഇടപെടാൻ വേണ്ടിയാണ് ഔദ്യോഗികമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി, അതിന്റെ പ്രവർത്തകർ, അതിന്റെ ലീഡർഷിപ്പ് എന്നെ ഈ ചർച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്, മറ്റു ചാനലുകളിലും ഇവിടെയും. അപ്പൊ ഞാനത് ഇടപെടും. അതിൽ കുറഞ്ഞ സഭ്യത എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. 2, രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുക എന്നത് കോൺഗ്രസുകാരന്റെ ഉത്തരവാദിത്തമല്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. എന്താണ്, ഞങ്ങൾക്ക് അനുകൂലമായി പലരും ചിലപ്പോ വീട് കയറും. ആശാമ്മമാർ കയറുന്നില്ലേ? അല്ല പറയട്ടെ, നിങ്ങൾ അല്ല റിയാസെ, ഞാൻ പറയട്ടെ. അതായത് ആശാ അമ്മമാർ വീട് കയറുന്നില്ലേ? വയൽക്കിളി സമരക്കാർ വീട് കയറുന്നില്ലേ? അവരെല്ലാം നിങ്ങളുടെ സർക്കാരിനെതിരായി വീട് കയറിയ. അപ്പൊ രാഹുൽ മാങ്കൂട്ടം കയറുമ്പോ ഞങ്ങൾക്ക് അയ്യോ നീ കയറണം കേട്ടോ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് മാറ്റി. അയാൾ തന്നെ ഇന്ന് പറഞ്ഞു ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല UDF വേണ്ടി പ്രചരണം ഏറ്റെടുക്കാൻ. 2, റിയാസ് പറഞ്ഞ 2 കാര്യങ്ങളിൽ എതിരഭിപ്രായമുണ്ട്. 1, കോൺഗ്രസ് പാർട്ടി ഒരു കൺവെൻഷൻ വിളിച്ചല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ശ്രീ റിയാസുദ്ദീൻ. അത് അതിന്റെ DCCയുടെ ഒഫീഷ്യൽ ലെറ്റർ പാടിയിൽ പത്രക്കുറിപ്പായാണ് പ്രസിദ്ധീകരിക്കുക. അത് പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അത് ആ കൺവെൻഷനിൽ അയാൾ പങ്കെടുത്ത് കാണും, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വൈകാരിക അടുപ്പത്തിന്റെ പുറത്ത് സ്ഥലം MLA നിങ്ങൾ അങ്ങനെ ന്യായീകരിക്കില്ലേ? ഇപ്പൊ നേരത്തെ റിയാസ് ചൂണ്ടിക്കാണിച്ചു, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ, അവരുടെ പേരെന്താണ്? സജന ബി സാജൻ. ഈ മാങ്കൂട്ടത്തിലെ നമ്മൾ പടിയടച്ച് പിണ്ടം വെച്ചില്ലെങ്കിൽ ഇനിയും നാറുമെന്ന് പറഞ്ഞു അവര്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ് അയാൾ എന്ന പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. നിഷാദ്, M മുകേഷ് മിടുക്കനാണ്, അടിപൊളിയാണ് എന്ന് പറഞ്ഞ ഓ അബ്ര അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷിനെ തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന അടിമക്കൂട്ടമല്ല ഈ പാർട്ടി. സ്വാഭാവികമായും ഇതിൽ എതിരഭിപ്രായങ്ങൾ വരും. ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആ എതിരഭിപ്രായങ്ങളെ മാനിച്ചതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയത്. നിലവിൽ അയാൾ പാർട്ടിക്ക് വെളിയിലാണ്. വളരെ കൃത്യമായി KPCCയുടെ അധ്യക്ഷൻ, ഈ പാർട്ടിയുടെ CLP ലീഡർ VD സതീശൻ, ഈ പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ 2ാമൻ KC വേണുഗോപാൽ വളരെ കൃത്യമായി ഈ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു. അതാണ് ഈ പാർട്ടിയുടെ നിലപാട്. അത് പ്രാദേശികമായി ആരെങ്കിലും വിളിച്ചെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. അവർ ചിലപ്പോൾ വൈകാരിക അടുപ്പത്തിന്റെ പുറത്ത് വിളിച്ചു കാണും. ഒരു കാര്യം കൂടി നേരത്തെ റിയാസുദ്ദീൻ എന്റെ സ്നേഹിതനാണ്, പക്ഷേ അദ്ദേഹം പറയാണ് എന്താണ് സെക്ഷൽ പെർവേർട്ട്, ഈ പറയുന്ന എന്താണ് സൈക്കോപാത്ത്, അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ എന്തിനാണ് ചുമക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം വളരെ കൃത്യമായി ഞാൻ പറയാം. അത് രാഹുൽ മാങ്കൂട്ടമല്ല, വസന്ത് അംഗൻപള്ളി അല്ല, നിഷാ റാവുത്തറല്ല, രാഹുൽ ഈശ്വർ ആണെങ്കിൽ പോലും സ്ത്രീകൾക്കെതിരായി നേരിടുന്ന ഈ പറയുന്ന സെക്ഷൽ അബ്യൂസ് ഉണ്ടല്ലോ, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഒരു കാര്യം റിയാസുദ്ദീനെ, അങ്ങ് എനിക്ക് നേരെ ഒരു കൈ ചൂണ്ടുമ്പോ 5 കൈ അങ്ങയുടെ നേരെയാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഈ സെക്ഷൽ പെർവേർട്ടായ, സെക്ഷൽ അഡിക്റ്റ് ആയ, നിങ്ങളുടെ സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് തന്നെ സൈക്കോപാത്താണെന്ന് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ നേരിട്ട് മുഖമടക്കം വന്ന് ചാനലുകളിൽ പറഞ്ഞിട്ട് വെച്ചുവിട്ടു പോയ ഒരാൾക്ക് വേണ്ടി കഴിഞ്ഞ തവണ വോട്ട് പിടിക്കാൻ വേണ്ടി കൊല്ലത്ത് പോയത് നിങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്. നേരത്തെ അങ്ങ് കോൺഗ്രസിൽ ഒരു ത്രയം പറഞ്ഞല്ലോ. ഒരു കാര്യം, നേരത്തെ അദ്ദേഹം കോൺഗ്രസിൽ ഒരു ത്രയം പറഞ്ഞല്ലോ, അതുപോലെ ഒരു ത്രയമാണ് പിണറായി വിജയൻ, എം മുകേഷ്, പിന്നെ നിങ്ങളുടെ മന്ത്രി അറിയാലോ, ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ മന്ത്രി, അയാളെ പറ്റി കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രിസഭയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഞങ്ങളെ നോക്കി ആ പാരമ്പര്യമുള്ള LDF CPM കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് വസന്ത് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ സമയമാവുന്നു. രാഹുൽ ഈശ്വർ, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് വ്യക്തിപരമായി, ഞാൻ ചോദിച്ചോട്ടെ രാഹുൽ, താങ്കളോട് തന്നെയാണ്. താങ്കൾ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, എല്ലാവർക്കും ഉണ്ടാവും പ്രണയം, എല്ലാവർക്കും ഉണ്ടാവും ബ്രേക്കപ്പ്, എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഇതുപോലെ ക്യാരിയിങ് ആയിട്ട് അത് ഒഴിവാക്കിയ സന്ദർഭം ഉണ്ടാവും, തർക്കമില്ല, എനിക്ക് തർക്കമുള്ള കാര്യമല്ല. പക്ഷേ ആ പ്രശ്നം ഒരു അവ്യക്തതയിൽ നിൽക്കെ അതൊരു രാഷ്ട്രീയ ഭൂകമ്പമായി മാറുന്നു. അദ്ദേഹത്തെ തന്നെയും പാർട്ടിയിൽ നിന്നും അത് യൂത്ത് കോൺഗ്രസിന്റെ പദവിയിൽ നിന്നും നീക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള വാർത്തകളും വിവാദങ്ങളും ഉണ്ടാകുന്നു. അപ്പോഴും ഈ രാഹുൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതെൻ്റെ പേഴ്സണൽ ലൈഫാണ്,
അതെൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്, അതിലെ ബ്രേക്കപ്പിൻ്റെ കഥയാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം ഈ അവ്യക്തത നിലനിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും. അതെന്തിനാണ്? ഒറ്റ മിനിറ്റ് പറയാം. ആദ്യം തന്നെ ശ്രീ മുകേഷിനെതിരെയുള്ളത് കള്ളക്കേസാണ്. കോടതിയുടെ അടക്കം ഒബ്സർവേഷൻ ഉണ്ട്. ശ്രീ മുകേഷ് എനിക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയിലെ വ്യക്തിയല്ല, പക്ഷേ മുകേഷിനെതിരെയുള്ള കേസ് 100% കള്ളക്കേസാണ്, ബ്ലാക്ക് മെയിലാണ്. അത് ചെയ്ത സ്ത്രീയെ കഴിഞ്ഞ ഓഗസ്റ്റ് 25 മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യുക വരെ ചെയ്തു. അതായത് ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് കൊണ്ടുപോയ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുക വരെ ചെയ്തു. അതുകൊണ്ട് ശ്രീ മുകേഷിനെതിരെയുള്ള കേസ് വ്യാജമാണ്, കള്ളക്കേസാണ്. 2, ശ്രീ ഗണേഷ് കുമാർ സാറിനും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. തെറ്റിനെ തെറ്റുകൊണ്ടല്ല ശ്രീ വസന്ത് എതിർക്കേണ്ടത്. CPM-കാർ ചെയ്യുന്നത് തെറ്റാണ്. അവർ ബാക്കിയുള്ളവരെയും ഈ ലൈംഗികതയും മറ്റും പറഞ്ഞ് അപകീർത്തിപ്പെടുത്തും. നിങ്ങൾ ഗാന്ധിജിയുടെ പാർട്ടിയാണ്, നിങ്ങൾ തിരിച്ച് അതേ സ്റ്റാൻഡേർഡിൽ പോകരുത്. ആർക്കെതിരെയാണെങ്കിലും ഈ പെണ്ണിനെ വെച്ചുള്ള രാഷ്ട്രീയം നിർത്താനുള്ള ധാർമ്മികത നമ്മൾ കാണിക്കണം. അത് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിലോ എൽദോസോ ആയിരിക്കാം, CPM-ലെ മുകേഷ് ചേട്ടനോ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ഗണേഷ് കുമാർ സാറോ ആയിരിക്കാം, BJP-ലെ ശ്രീ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ശ്രീ കൃഷ്ണകുമാറോ ആയിരിക്കാം. ഈ സ്ത്രീകളെ വെച്ച് രാഷ്ട്രീയം കളിക്കരുത്. 2, കോടതി വിധി വരട്ടെ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ലാത്തൊരു വ്യക്തിയെ വേട്ടയാടുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഇനി ശ്രീ റിയാസുദ്ദീൻ അറിയാൻ വേണ്ടിയാണ്. രാഹുൽ ഈശ്വർ ആരാ നേരത്തെ ചോദിച്ചല്ലോ. ഒരു ഭാഗത്ത് ശ്രീ പിണറായി വിജയനും മറുഭാഗത്ത് രാഹുൽ ഈശ്വറും കുറച്ച് വിശ്വാസികളായി 2018 ഒരു യുദ്ധം ചെയ്തിരുന്നു. 10,000 പോലീസുകാരും 4 സുപ്രീം കോടതി വിധിന്യായവും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിരുന്നു. നിങ്ങൾ ജയിച്ചില്ല, കാര്യം നിങ്ങളുടെ ഭാഗത്ത് സത്യമില്ലായിരുന്നു. പിന്നീട് വീടാന്തരം കയറി നിങ്ങൾക്ക് ക്ഷമ പറയേണ്ടി വന്നു. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പൻ വിശ്വമാനവികതയുടെ ലക്ഷണമാണെന്ന് പറയേണ്ടി വന്നു. സത്യമാണ് വിജയിക്കുന്നത്, ശക്തിയല്ല. ആ സത്യം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്, മുകേഷിനൊപ്പമാണ്, സുരേഷ് ഗോപിക്കൊപ്പമാണ്, ഗണേഷ് കുമാറിനൊപ്പമാണ്, ഉമ്മൻചാണ്ടി സാറിനൊപ്പമാണ്. ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുകയാണ്. ഇത് തിരിച്ചറിയുന്ന കേരള ജനതയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം ഒരുക്കുന്നത്. ഇത് തിരിച്ചറിയുന്ന കേരള ജനതയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് ഓടിക്കൂടുന്നത്. അത് കോൺഗ്രസ് BJP CPM ഒന്നുമല്ല, സാധാരണ മലയാളിയാണ്. കാര്യം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ആൺകുട്ടികളും നമ്മളും ഇതേപോലെ വേട്ടക്കിരയാകും. നമ്മുടെ അച്ഛനും മകനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഓരോ പുരുഷനെയും വ്യാജ പരാതിയുടെ കാര്യം വേറെയാണ്. രാഹുൽ ഈശ്വർ അല്ല സുഹൃത്തെ, ഒരു കാര്യം. രാഹുൽ ഈശ്വർ, താങ്കൾ പറഞ്ഞു അതൊരു പ്രണയമാണ്, പവിത്രമായ ബന്ധം. ഒന്ന് പറയട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് എത്ര പരാതികളാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച? ഒരു സ്ത്രീയിൽ നിന്നാണോ, ഒരു യുവതിയിൽ നിന്നാണോ, ഒരു യുവതിയിൽ നിന്നാണോ കുഞ്ഞു? നിങ്ങൾക്ക് എന്താ രാഹുൽ മാങ്കൂട്ടത്തില് ഞാൻ വീണ്ടും പറയാണ്, അവസാനിപ്പിക്കുന്നു. രാഹുൽ ഈശ്വറെ, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം രാഹുൽ ഈശ്വറെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ട എറിയുന്ന ആളല്ല, വലയാണ് അദ്ദേഹം എറിയുന്നത്, വലിയ വല. അത് എല്ലാവർക്കും അറിയാം. ഞാൻ CNP ചെക്കുട്ടി, ചൂണ്ടയല്ല, ഒരു ചൂണ്ടയേ ഉള്ളൂ, അതിലൊരു ചെറു മീനേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നത്. CNP ചെക്കുട്ടി മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നു, CPM-കാർ വലിയ ബഹളം ഉണ്ടാക്കുന്നു. സത്യത്തിൽ ഇതൊരു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ഒരു ബേർഡനാണോ? അല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇതൊരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു മോറൽ ഇഷ്യൂ ഇതിനകത്തുണ്ട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ആർക്ക് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാവില്ല. കാരണം അതൊരു പ്രാദേശിക ഇഷ്യൂ ആണ്. കോൺഗ്രസിനകത്ത് ആ പൊസിഷൻ അവർ എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആളുകൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആളാരാ? നമ്മളെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശനെതിരായിട്ട് അറ്റാക്ക് വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ഒരു പ്രിൻസിപ്പൽ പൊസിഷൻ എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആകെ തകർന്നു പോകുന്നോ, ഇല്ലായ്മ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബേസിക്കലി ദർ ഇസ് എ മോറൽ ഇഷ്യൂ. ആ മോറൽ ഇഷ്യൂവിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാൾ കുറെ കൂടി ഒരു പ്രിൻസിപ്പൽ പൊസിഷൻ എടുക്കേണ്ടത്, സത്യസന്ധമായ നിലപാടെടുക്കേണ്ടത്, അത് അദ്ദേഹം എടുത്തിട്ടില്ല. അതൊരു വസ്തുതയാണ്. ശരി, കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. പാർട്ടി ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ് ഈ ചോദ്യസ്ഥലങ്ങൾക്ക് മുമ്പിൽ എന്ന പ്രശ്നമുണ്ട്. ഞാനത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു CNP ചെക്കുട്ടി, KC റിയാസുദ്ദീൻ, വസന്ത് തെങ്ങുപള്ളി, രാഹുൽ ഈശ്വർ. രാഹുൽ ഇന്ന് ഒരു പുതിയ ലുക്കിലാണ്, കൊള്ളാം.